ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യൻ്റെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ്. ഏതു മുതലാണോ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് അന്ന് മുതൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് ബൗണ്ടറീസ്, അതിർത്തികളുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് അതിർത്തികളില്ല. നമുക്കറിയാം, ഇൻ്റർനാഷണൽ ലെവലിൽ, അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്രൈറ്റീരിയയുടെ പേരിലോ മനുഷ്യൻ ആക്രമിക്കപ്പെടുകയോ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്ന ഒരു ആംനസ്റ്റി ഇൻ്റർനാഷണൽ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരുപാട് ഏജൻസികൾ ഒക്കെ മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ജീവിക്കാൻ ചില അവകാശങ്ങൾ ആവശ്യമാണ്. അവർക്ക് ജീവിക്കാനുള്ള അവകാശം, പാർപ്പിടം ഉണ്ടാക്കാനുള്ള അവകാശം, ഫുഡ് കഴിക്കാനുള്ള അവകാശം, അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം. അതുമാത്രമല്ല, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാനോ മറ്റുള്ളവരാൽ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടാനോ പാടില്ല. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു അഭിമാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി എന്ന രീതിയിൽ സമൂഹം അവർക്ക് നൽകേണ്ട ഒരു വിലയുണ്ട്. സമൂഹത്തിലെ ഒരു മെമ്പർ എന്ന നിലയിൽ സമൂഹം നമുക്ക് നൽകേണ്ട ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ പ്രാക്ടീസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് all aspects of dignified human existence which make every human being an equal member of the human family. Human dignity is the essence of human rights. It is a wide understanding of this aspect and appreciation of the range of dignity of the individual which defines the true scope of human rights. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത്, ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള പരിഗണനയാണുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആസ് എ മെമ്പർ, ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മെമ്പർ എന്ന നിലയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളാണ് ഉള്ളത്. അതുമാത്രമല്ല, ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ അഭിമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാതൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്, മനുഷ്യൻ്റെ അഭിമാനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ, ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ അഭിമാനം, അന്തസ്സ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ക്ലാസിക്കൽ, 2 ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക് റൈറ്റ്സ്, 3 കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, 4 ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ്സ്. ഇങ്ങനെ 4 ബേസിക് കോൺസെപ്റ്റാണ് ഹ്യൂമൻ റൈറ്റ്സിനുള്ളത്. ഇതിൽ ആദ്യത്തേത് ക്ലാസിക്കലാണ്. ദീസ് ഹാവ് ബീൻ ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ജനറലി റെസ്ട്രിക്റ്റ് ദ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ആക്ഷൻസ് എഫക്റ്റിംഗ് ദി ഇൻഡിവിജ്വൽ ആണ്. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ക്ലാസിക്കലിനകത്ത് വരുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ആൻഡ് ദറ്റ് ജനറലി റെസ്ട്രിക്റ്റ് ദ പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു റൈറ്റ് കാര്യങ്ങളൊക്കെ. അതായത് ഗവൺമെൻറ് ത്രൂ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പൊളിറ്റിക്കൽ സിവിൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു വോട്ട്, അതുപോലെ തന്നെ റൈറ്റ് പബ്ലിക് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ഇത് ക്ലാസിക്കലിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിനർത്ഥം റൈറ്റ് ടു വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്സ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അർഹതപ്പെട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ, നമുക്ക് അർഹതപ്പെട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക് റൈറ്റ്സ് എന്നാണ്.
With the recent increase in the number of human rights, a concern has arisen that some rights will become watered down. Consequently, the term fundamental rights tend to be used to indicate more important of certain rights. They include all the rights pertaining to individual dignity as well as to their material needs. അതായത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് മുമ്പോട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് റൈറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൈറ്റ്സും നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്ന സമയത്ത് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന രീതിയിലാണ് നമ്മളൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന രീതിയിലാണ് ഇന്ന് ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് ആവശ്യമുള്ള ചില റൈറ്റ്സിനെ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ് മൂന്നാമത്തെ. ഇൻ ജനറൽ മോസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ. ഇറ്റ് വിൽ ഹൗവർ ബിക്കം അപ്പാരന്റ് ദാറ്റ് ദ സം ഓഫ് ദം ക്യാൻ ഓൺലി ബി എക്സസൈസ്ഡ് ബൈ ഗ്രൂപ്പ്സ്. This is especially so when the ability to exercise rights is linked to membership of a particular group. അപ്പോൾ ഇത് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സും ഒരു ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് ഹ്യൂമൻ റൈറ്റ്സ്. എന്നാൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചില ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സംഘടന രൂപീകരിക്കുന്ന, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കുന്ന, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ദ ലാസ്റ്റ് വൺ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻ റൈറ്റ്സ്. ക്ലിയർലി ദിസ് ക്ലാസിഫിക്കേഷൻ ഫോളോസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓഫ് റൈറ്റ്സ്. ഫസ്റ്റ് ആർ ദ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ദ സെക്കൻഡ് ആർ ദ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ones. In recent years, academics have started to talk about the existence of a third generation of rights, which are solidarity rights. For example, the right to peace, the right to development, the right to food and to clean the environment. അപ്പോൾ ഇത് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻ റൈറ്റ്സിൽ ഫസ്റ്റ് ജനറേഷൻ, അതായത് ഇതിനെ മൂന്നായിട്ട് അവർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അവരന്ന് സംസാരിച്ചിരുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സും സിവിൽ റൈറ്റ്സിനെ കുറിച്ച് മാത്രമായിരുന്നു. അതായത് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സ്, ഞാൻ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ഹോസ്പിറ്റൽസ്, ഈ കാര്യങ്ങളൊക്കെ ഉള്ള പ്രാഥമികമായിട്ടുള്ള ഇപ്പോൾ ഫുഡ്, ഷെൽട്ടർ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം അവരുടെ ആവശ്യമെങ്കിൽ. പിന്നീട് അത് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഓണായിട്ട് മാറി. അതായത് സൊസൈറ്റിയിൽ അവർക്ക് കിട്ടുന്ന ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ഇക്കണോമിക് ആയിട്ടുള്ള പണം സമ്പാദിക്കാനുള്ള, സൊസൈറ്റിയിലെ അഭിമാനത്തിനുള്ള, അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള ആ രീതിയിലുള്ള റൈറ്റ്സിലേക്ക് മാറിയെങ്കിൽ പിന്നീടത് തേർഡ് ജനറേഷൻ അതൊരു അക്കാഡമിക്സിലേക്ക് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ റൈറ്റ് ടു പീസ്, സമാധാനത്തിനുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സിനുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് ടു ഫുഡ് ആൻഡ് ടു ക്ലീൻ ദ എൻവിറോൺമെൻറ്റ്, ഇല്ലേ, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്, പ്രകൃതിയെ ക്ലീൻ ചെയ്യുന്നത്, നല്ല വായു ശ്വസിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു തേർഡ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് അത് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റ്സ്, അതായത് അവകാശങ്ങൾ, അത് അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അവരാവശ്യങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സുമാണ് അവരുടെ ആവശ്യങ്ങൾ. പിന്നീട് അതെന്തായിട്ട് മാറി? അവർക്ക് സോഷ്യലായിട്ടും ഇക്കണോമിക്കായിട്ടും കൾച്ചറലായിട്ടും റൈറ്റ്സ് വേണമെന്ന് തോന്നി. അതിനുശേഷം അവരിപ്പോൾ വീണ്ടും തേർഡ് ജനറേഷൻ റൈറ്റ്സ് ആയിട്ടുള്ള റൈറ്റ് ടു പീസ്, അതുപോലെ തന്നെ റൈറ്റ് ടു ഇക്കണോമിക്, അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പോലുള്ള ആവശ്യങ്ങളെല്ലാം മുമ്പോട്ട് വെക്കാൻ വേണ്ടി തുടങ്ങി. അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ 6 സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫ്രം ദ എബോവ് ഡിസ്കഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് there are certain common features of all the categories of human rights. People have rights simply because they are human. Means മനുഷ്യന് റൈറ്റ്സ് ഉണ്ട്, ജനങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് സിംപ്ലി ബിക്കോസ് ഓഫ് ദേ ആർ ഹ്യൂമൻ. മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന റൈറ്റ്സ് ആണത് പറയുന്നത്. ഓൾ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ലീഡ് എ ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ലൈഫ് and work towards achieving this for all people. These rights cannot be denied on the basis of caste, color, religion, gender.
അതായത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും പൊതുവായിട്ട് കിട്ടുന്ന ചില റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ പേരിൽ ഡിനൈ ചെയ്യാൻ പാടില്ല? കാസ്റ്റിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, ജെൻഡറിൻ്റെ പേരിലൊന്നും അത് ഡിനൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അടുത്ത പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ എന്നുള്ളതാണ്. ദ ടേക്ക് നോ അക്കൗണ്ട് ഓഫ് നേഷൻ, റേസ്, സെക്സ് ഓർ കളർ. പീപ്പിൾ ഓഫ് ഓൾ നേഷൻസ്, color, race, religions have the same rights everywhere. The developed and developing countries in all continents of the world must guarantee same rights to all their citizens. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് യൂണിവേഴ്സലായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കാണെങ്കിലും എന്താണ് ജെൻഡറിൻ്റെ പേരിലോ കളറിൻ്റെ ബേസിലോ റേസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ നേഷൻ രാജ്യത്തിൻ്റെ ബേസിലോ ഒരു തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എല്ലാവർക്കും അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് കിട്ടേണ്ടത് തന്നെയാണ്. അടുത്ത പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റ് ഓൾ പീപ്പിൾ ആസ് ഈക്വൽ. ദിസ് ഫോളോസ് ദ ഐഡിയ ദാറ്റ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് therefore deserves the same opportunities and treatment while simultaneously respecting their different cultures and traditions, political persuasion, sexuality, social origin, status, etc. അതായത് എല്ലാ മനുഷ്യരും ബോൺ ചെയ്യുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് എന്താണ് ഈക്വലായിട്ടാണ് ജനിക്കുന്നത് വിത്ത് എന്താണ് റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. എല്ലാ അവകാശങ്ങളോടും കൂടിയിട്ട് എല്ലാ അന്തസ്സോടും കൂടിയിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് കിട്ടണം? ദ സെയിം ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളും ട്രീറ്റ്മെൻറ്റും വൈൽ സൈമൾട്ടേനിയസ്ലി റെസ്പെക്റ്റിംഗ് ദർ ഡിഫറെൻറ്റ് കൾച്ചർ, അല്ലേ, അവരുടെ സംസ്കാരത്തെയും ട്രഡീഷനെയും പൊളിറ്റിക്കൽ പൊസിഷനെയും സെക്ഷുവാലിറ്റിയും സോഷ്യൽ ഒറിജിനെയും എല്ലാത്തിനെയും ആൾക്കാർ എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ ജനിക്കുന്ന സമയത്ത്, ബോൺ ചെയ്യുന്ന സമയത്ത് എല്ലാവരെ പോലെ ഈക്വലായിട്ട് ബോൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ശേഷവും എല്ലാവരും അവരെ അതേപോലെ തന്നെ ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് നെക്സ്റ്റ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ റൈറ്റ്സിനകത്ത് പറയുന്നത് ദീസ് റൈറ്റ്സ് ബിലോങ്സ് ടു പ്രൈമറിലി ടു ഇൻഡിവിജ്വൽസ്. ദിസ് മീൻസ് ദാറ്റ് ദേ ആർ കൺസേൺഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ an individual and the state. Consequently, it is for the government to create a society where each individual can enjoy and freely exercise his or rights to the full. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് the right to belongs primarily to individuals means ഇതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. ഒരു രാജ്യവും ആ രാജ്യത്തെ പൗരനും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഒരു രാജ്യത്തെ പൗരൻ ജനിക്കുമ്പോൾ തന്നെ ആ രാജ്യത്തെ പൗരനായിട്ടാണ് ജനിക്കുന്നത്, എന്നുവെച്ചാൽ സിറ്റിസണായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ റൈറ്റ്സ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇക്കണോമിക് റൈറ്റ്സ്, എല്ലാ കാര്യങ്ങളും പിന്നീട് നോക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് എൻകംപാസസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ദീസ് റൈറ്റ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ ബേസിക് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. എക്സാമ്പിൾ ഓഫ് സച്ച് റൈറ്റ്സ് ആർ ദ റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് ഫ്രീഡം ഫ്രം ടോർച്ചർ. അതായത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള പ്രാഥമിക ഒരു അവകാശമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തേൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നുണ്ട് ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു നാഷണൽ ബൗണ്ടറീസ് ബട്ട് റേദർ സ്റ്റിപ്പുലേറ്റ് സർട്ടൻ ഐഡിയാസ് ദാറ്റ് അപ്ലൈ ദ വേൾഡ് ഓവർ. മീൻസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് രണ്ടാമത്തെ പറയുന്നത്. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന സമയത്ത്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻസ് നടക്കുന്ന സമയത്ത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോകത്തുള്ള പല സംഘടനകളും പല രാജ്യങ്ങളും ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാറുണ്ട്. ഇത് ഇറ്റ്സ് എ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹ്യൂമൻ റൈറ്റ്സ് ലംഘിക്കുമ്പോൾ, വയലേറ്റ് ചെയ്യുന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അതിന് സപ്പോർട്ടും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും പറയാറുണ്ട്. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഹോൾഡ് നേഷൻസ് അക്കൗണ്ടബിൾ ഫോർ മീറ്റിംഗ് ദ കണ്ടീഷൻസ് വിച്ച് സാറ്റിസ്ഫൈ ദ പ്രൊമോഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദീസ് റൈറ്റ്സ്. ഇതിനകത്ത് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തുള്ള പൗരന്മാരുടെ സിറ്റിസൺസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ, മനുഷ്യാവകാശങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്.